ഇത് ബോംബെയിൽ നിന്ന് വന്ന ദാവൂദിന്റെ ബിനാമികളാണ്. ഇത് മിസ്റ്റർ റാവുത്തർ. കോളടിച്ചില്ലേ? നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് ഇത്രയും ലാഭത്തിനൊരു വസ്തു എവിടെ കിട്ടാനാ? കോളടിച്ചില്ലേ എന്ന് കണ്ണായ സ്ഥലത്തെ കോൾ. ഇവന്മാരെന്താ പൊട്ടന്മാരാ? മലയാളം അറിയില്ലല്ലേ? രക്ഷപ്പെട്ടു. പൊണ്ണന്മാര് കാശുകൊണ്ട് കളയാൻ വന്നിരിക്കുക. സെന്റ് ഒന്നിന് 10,000 വാങ്ങിയ ഭൂമി യവന്മാർ 50,000 വാങ്ങാൻ പോവുക. നമ്മുടെ പാർട്ടി എത്തിയല്ലോ. എന്താ അത്ര വൈകിയത്? ഇത് അനന്തൻ. ഹലോ. ഹലോ. ശുക്രിയ. അപ്പോ ഒക്കെ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ് എടുക്കൂ. യെസ്. पढ़ो ना। आप भी देखो ना। ठीक है. अच्छा. ഇതൊരു പാർട്ടി സമ്മേളനമല്ല. അപ്പോ പണം വാങ്ങിക്കോളൂ. ഓക്കെ. ചെക്ക് ദി എമൗണ്ട്. കംപ്ലീറ്റ് 500 കെട്ടാ. വെള്ളം ബാക്കി എടുക്കണ്ട, ഇരുന്നോട്ടെ. നീ വാ. ഞാൻ കൊടുക്കടാ? വേണ്ട, ഞാൻ കൊടുത്തോളാം. ആര് കൊടുത്താലും ഒരുപോലെ അല്ലേ? ഒരുപോലെയല്ല, രണ്ടുപോലെയാ. തുറക്ക്. എന്തൊക്കെ? ഇതെല്ലാം ഞാൻ മായയ്ക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളാ. അല്ലെങ്കിൽ ഇതും കൂടെ നീ തന്നെ കൊടുത്തോ. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞല്ലേ? സാരമില്ല, ഇപ്പൊ അതൊരു ശീലമായി. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? മായ ഇതെല്ലാം പോയി ഒന്ന് അണിഞ്ഞു വരൂ. ഞാനൊന്ന് കാണട്ടെ. ആ നീ നോക്കിക്കോ, ഞാൻ എടുത്ത ഡ്രസ് അവൾ ഇട്ടുകൊണ്ട് വരും. ഓ, നോക്കിക്കോ. ഹായ്, വണ്ടർഫുൾ. വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ സെലക്ട് ചെയ്തതാ. എനിക്ക് ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കരുതി ഞാൻ സെലക്ട് ചെയ്ത കളർ മായക്ക് ഇഷ്ടാവുന്നു. ജസ്റ്റ് എ മിനിറ്റ്. ഇതെങ്ങനെയുണ്ട്? ഇത് മായക്ക് അത്ര ചേരില്ല. ഇവന്റെ സെലക്ഷൻ അല്ലേ? ഇളം വയലറ്റ് നിറം എനിക്ക് വളരെ ഇഷ്ടമാണ്. ആദ്യമായി ഡാഡി ഇളം വയലറ്റ് പൂക്കളുള്ള ഒരു പാവാട വാങ്ങി തന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എടാ, ഇത് സെലക്ട് ചെയ്ത് ഞാനാണോന്ന് എനിക്ക് സംശയമുണ്ട്. ആര് സെലക്ട് ചെയ്താലെന്താ? മായക്ക് ഇഷ്ടമായില്ലേ? ആ, ഞാൻ ഊണ് തയ്യാറാക്കിയിട്ടുണ്ട്. വരൂ. ആഹാ, ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് കാലം കുറയായേ. മായ കഴിക്കും. ഞാൻ പിന്നീട് കഴിച്ചോളാം. നന്നായിട്ടുണ്ട്. ഈ തീയൽ എനിക്ക് വളരെ ഇഷ്ടമായി. അമ്മ ഉണ്ടായിരിക്കുമ്പോ ഇതൊന്നും വീട്ടിലുണ്ടാക്കുമായിരുന്നു. അന്ന് അമ്മ ഉണ്ടാക്കിയിരുന്ന അതേ രുചി. എനിക്ക് ഈ തീയല് മാത്രല്ല, ഈ കച്ചടിയും പിച്ചടിയും കാളനും തോരനും കോരനും മോരും നെയ്യ് അച്ചാറൊക്കെ എനിക്ക് ഇഷ്ടായി. അച്ചാർ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ. അന്ന് ഈ അച്ചാറടിച്ച് വായിക്കല്ല എനിക്ക് ഇഷ്ടായി. ഒരു കത്തുണ്ട്. അപ്പോ അപ്പോ ദാ നിനക്കൊരു ലവ് ലെറ്റർ ഉണ്ട്. ആരുടെ കത്താടാ? വീട്ടിൽ നിന്നാ. അമ്മയുടെ. വീട്ടിലെന്താ വിശേഷം? എല്ലാവർക്കും സുഖം? എല്ലാവർക്കും സുഖം. അയച്ചു കൊടുത്ത കാശും കിട്ടി. പിന്നെ നിന്നെ കുറിച്ചാണ് അമ്മ കൂടുതൽ അന്വേഷിച്ചിരിക്കുന്നത്. നീ ഉള്ളത് കൊണ്ടാണല്ലോ അമ്മ എന്നെ നഗരത്തിലേക്ക് പറഞ്ഞയച്ചത്. എന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ അമ്മയല്ലടാ എന്റെയോ അമ്മ. നമ്മുടെ ഉയർച്ചയെല്ലാം കാരണം നീയാണല്ലോ.
ഒരു സുഹൃത്തിന് വേണ്ടി ഇതിൽ കൂടുതൽ സ്നേഹം നൽകാൻ ആർക്കാ കഴിയാ? നമ്മുടെ കൂട്ടുകെട്ട് അമ്മയ്ക്ക് എന്ത് സന്തോഷാന്നറിയോ? നിങ്ങളെപ്പോലുള്ള രണ്ട് സുഹൃത്തുക്കളുടെ അരികിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. ഈ സ്നേഹം കണ്ട് എനിക്കിവിടെ കഴിയാനായിരുന്നെങ്കിൽ. അതിനെന്താ, കഴിഞ്ഞോളൂ. ഞങ്ങൾ ഒരിക്കലും മായോടൊന്ന് പോകാൻ പറയില്ല. ഇഷ്ടമുള്ളിടത്തോളം കാലം മായക്കൂടെ കഴിയാം. മായ ഇവിടുന്ന് പോവരുത്. പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മായ എന്താ നിൽക്കുന്നത്? ഇരിക്കേ. മായക്കറിയോ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങളാ. മുമ്പ് ഒരു ജോലിക്ക് വേണ്ടി ഈ നഗരത്തിൽ വന്ന് ആഹാരം പോലും കഴിക്കാനില്ലാതെ ദിവസങ്ങളോളം വഴിയോരത്ത് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ അതൊക്കെ മാറി. മായ വീട്ടിൽ വന്നതിന് ശേഷം നല്ല ഐശ്വര്യ. നേതാവ് വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. ഇരിക്കൂ. സാർ, ഇവരാണ് ഞാൻ പറഞ്ഞ ബലാത്സംഗ കേസിലെ പ്രതികൾ. ഭാഗ്യവാന്മാർ. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 1 2 3 4 5 6. ഷെയിം. ബലാത്സംഗ കേസുകൾക്ക് നിങ്ങളൊരു അപമാനമാണ്. കൂട്ടബലാത്സംഗം എന്ന് കേട്ടപ്പോ ഞാൻ കരുതി കുറഞ്ഞതൊരു 10-36 പേരെങ്കിലും ഉണ്ടാവും. ഉണ്ട് സാർ. ബാക്കി 25 പേര് ഒഴിവില്ല. വല്ല കേന്ദ്രമന്ത്രിമാരും ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നോടെ? അത് മാറണോ? അമേരിക്കയിലും മറ്റും ചായ കുടിക്കുന്നത് പോലല്ലയോ ബലാത്സംഗങ്ങൾ നടക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇതൊക്കെ വലിയ സംഭവമാക്കുന്നത്. ഇതൊരു മിതമായ ബലാത്സംഗമായിരിക്കും അല്ലേടേ? മിതമായ ബലാത്സംഗമാണെങ്കിൽ ഞാൻ ഇടപെട്ടാൽ അതെന്റെ ഇമേജിനെ ബാധിക്കും. അല്ല, ഇതല്പം ക്രൂരമായ ബലാത്സംഗമാണ്. സന്തോഷം. ഇതല്പം ക്രൂരമാണ്. പ്രതികളുടെ അംഗസംഖ്യ 36. കേന്ദ്രമന്ത്രി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു. എടാ പഴുവേലേ, കേസിന്റെ ഗൗരവം മനസ്സിലാക്കി എമൗണ്ട് ഫിക്സ് ചെയ്തോളോ. പോക്കറ്റിനുള്ളത് മുഴുവൻ എല്ലാവരും കൂടി ഇന്ന് കൃത്യം 12 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കോണം. വേലി തന്നെ വിള തിന്നണോടാ. ഓക്കെ. അങ്ങനെ ആയിക്കോട്ടെ. എന്റെ ഈശോയെ, ഇതുപോലെ ഓരോ കൂട്ട ബലാത്സംഗങ്ങൾ ദിവസവും നടന്നിരുന്നെങ്കിൽ ഞാനും എന്റെ നേതാവൻ രക്ഷപ്പെട്ടനെ. ഹലോ. എത്തിയാൻ പറയും, ഞാൻ പോരാ. ഹലോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഞാനിവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇന്നലെ ഞാനും പുരുഷനും കൂടി പോയി നോക്കിയ വസ്തുവിന് അഡ്വാൻസ് കൊടുക്കണ്ടേ? അവര് വലിയ വിലയാണല്ലോ പറയണത്. കുറഞ്ഞ വിലക്ക് ഭൂമി കിട്ടില്ലേ? കുറഞ്ഞ വിലക്ക് കിട്ടും. ഇവിടെ അല്ല, വടക്കാഞ്ചേരിയില്. അത് ഭൂകമ്പുള്ള സ്ഥലല്ലേ? അല്ല പിന്നെ. ഈ അനന്തേട്ടൻ എവിടെ പോയി? ഇവിടെ ഉണ്ടാ പോക്കറ്റില്.
പതിവില്ലാതെ നേരത്തെ നേരത്തെ വരണമെന്ന് തോന്നി. എന്താ കരയുന്നത്? ഒന്നുമില്ല. ആനന്ദിന് അങ്ങോട്ട് വന്നില്ലേ? ഇല്ലല്ലോ. വരുമെന്ന് പറഞ്ഞിരുന്നോ? അത് ഒന്നുമില്ല, ഒരാവശ്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ചായ. അപ്പുക്കുട്ടൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് പോയതെന്താ? അത് പിന്നെ ഞാനൊരു ഫയൽ നോക്കി വന്നതാ. പിന്നീടാ മനസ്സിലായത് അത് ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അനന്തൻ എവിടെ? അവന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ മായ തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് വന്നത്. ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാലോ. എന്തോ പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. പർച്ചേസ് നടന്നില്ല, അവിടെ തിരക്കായിരുന്നു. മോളെ എന്തൊരു രുചി. മോളുടെ കൈകൊണ്ടുള്ള കറികളും ചോറും തിന്നാൻ മറിയാം ചേട്ടി ഭയങ്കര ഇഷ്ട. മോളൊരു കാര്യം ചെയ്യ്, കുറച്ച് ചോറും കറികളും ഒരു പാത്രത്തിലാക്കി തന്ന മറിയാമ്മ ചേച്ചി വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം. പിന്നെ അത്താഴത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാം. എടാ പൂട്ടാ, നീ എവിടെയായിരുന്നോ ഇത്രയും നേരം? ചേട്ടത്തിക്ക് വല്ലതും തിന്നാൻ കൊണ്ടുവന്നുണ്ടോടാ നീ? ഇതൊക്കെ പോരെ? എന്റെ വീട്ടിൽ വാടകയ്ക്ക് വന്ന് കേറി പ്രേതണ്ടെന്നും പറഞ്ഞ് പുഴു അടിച്ച് എന്നെ കവിളിപ്പിച്ച് ഇപ്പൊ എന്റെ വീട് നിങ്ങൾ സ്വന്തമാക്കി. ഇപ്പൊ ഇച്ചിരി സൗകര്യമൊക്കെ ആയിപ്പോ മറിയാമ്മ ചേച്ചി വല്ലനാളൊന്ന് വരുന്നത് പിടിക്കില്ല അല്ലേ? അല്ലേടാ, ഞാൻ നിങ്ങളെ കാണാനില്ലടാ ശവി പറഞ്ഞത്. പിന്നെ ആരെ കാണാനാ? എന്റെ മായമോളെ കാണാനാടാ. എന്തുട്ടിയടാ നിന്റെ പോക്കറ്റില്? ഒന്നുമില്ല. എടാ എന്തുട്ടിയടാ നിന്റെ പോക്കറ്റില്? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഞാനൊന്നും അതിനകത്തൊന്നുമില്ല. എന്തത്ര ഉത്സാഹം വിടറ നീ. ആ ഇതെന്തിനാ? സിഗരറ്റ് വലിക്കോ? പേന നിന്റെ പോക്കറ്റിൽ ഇരുന്നോട്ടെ. അവന്റെ ഒരു സിഗരറ്റ് വലി. വെറുതെ കിട്ട പിണ്ണാക്ക് നിന്നും തീറ്റ പണ്ടാറം.